എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. കള്ളക്കർക്കിടകത്തിലെ നാട്ടുവൈദ്യങ്ങൾ എന്ന സീരീസിൻ്റെ 8ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ദശപുഷ്പം നമ്മുടെ പറമ്പുകളിലും വഴിയോരങ്ങളിലും വെളുത്ത കുഞ്ഞു പൂക്കളുമായി നിൽക്കുന്ന ചെറുളയാണ്. നമ്മൾ സാധാരണയായി ബലിപ്പൂവായി മാത്രം കണ്ടിട്ടുള്ള ഈ കുഞ്ഞു ചെടി ശരിക്കും നമ്മുടെ വൃക്കകളുടെയും മൂത്രാശയത്തിൻ്റെയും ആരോഗ്യത്തിന് കാവൽ നിൽക്കുന്ന ഒന്നാന്തരം ഔഷധമാണ്. മൂത്രവിസർജനം സുഗമമാക്കാനും മൂത്രാശയത്തിലുണ്ടാകുന്ന കഠിനമായ അണുബാധകൾ തടയാനും മൂത്രത്തിലെ കല്ല് പോലുള്ള അസ്വസ്ഥതകളെ സ്വാഭാവികമായി അലിയിച്ചു കളയാനും ചെറുളയ്ക്ക് സവിശേഷമായ കഴിവുണ്ട്. കർക്കിടകത്തിലെ തണുപ്പുകാലത്ത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അനാവശ്യ ഉപ്പും വിഷാംശങ്ങളും മൂത്രത്തിലൂടെ പുറന്തള്ളി ശരീരം പൂർണ്ണമായും ഡിറ്റോക്സ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ കൈകാലുകളിലുണ്ടാകുന്ന നീർക്കെട്ട് കുറയ്ക്കാനും പിത്തകഫ രോഗങ്ങളെ ശമിപ്പിക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കുന്ന ചെറുള വേരും ഇലയും പൂവും അടക്കം സമൂലമായി പറിച്ചു കഴുകി വൃത്തിയാക്കിയാണ് കർക്കിടകക്കഞ്ഞിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ചെറുളയുടെ അത്ഭുത ഗുണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദശപുഷ്പങ്ങളുടെ 7ാമത്തെ ചെടിയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.